നിങ്ങൾ എന്ത് വിജ്ഞാന സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് രാമപുരത്തെ ഇതിലൊരു സ്ഥാപനമുണ്ട്. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ക്യാമ്പ് നടത്താറ്, സമ്മർ ക്യാമ്പ് കുട്ടികൾക്കായിട്ട്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കണം. ഇതിപ്പോ 7ാമത്തെ കൊല്ലമാണ് ക്യാമ്പ്. ഇത് 2019 നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ, ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത സ്ഥാപനമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ 100-150 കുട്ടികളെ എല്ലാ മാസം എല്ലാ കൊല്ലം സമ്മർ ക്യാമ്പിൽ കഴിക്കും. അവിടെ ഞങ്ങൾക്ക് 5 ലാബുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇലക്ട്രോണിക്സ്. പിന്നെ 2 പൗലീനുണ്ട്. ഒന്ന് ISRO പോലെയാണ്. ISRO ഇന്ത്യൻ സ്പേസ് VSSകാരുടെ പൗലീനുണ്ട്. അത് അവർക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അവരുടെ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ റോക്കറ്റ് അയക്കുക, എന്താണ് PSLV, എന്താണ് GSLV, എന്താണ് സാറ്റലൈറ്റ്, എങ്ങനെ സാറ്റലൈറ്റ് വർക്ക് ചെയ്യണം, എന്താണ് GPS സിസ്റ്റം, എങ്ങനെ സാറ്റലൈറ്റ് നമ്മൾ മോഡലൊക്കെ അയക്കണേ, എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് പഠിക്കാൻ മോഡൽസ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ സ്പേസ് പോലെയുണ്ട്. സ്പേസിൽ എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്, എന്താണ് ബിഗ് ബാങ് തിയറി, അത് കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ ഭൂമി ഉണ്ടായി, പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെ സ്റ്റാറുകൾ ഉണ്ടായി, എന്താണ് സ്റ്റാറുകൾ സംഭവിക്കുക, എന്താണ് ബ്ലാക്ക് ഹോള്, എങ്ങനെ നമുക്ക് വേറെ ഗ്രഹങ്ങളിൽ ട്രാവൽ ചെയ്യാം, എങ്ങനെ നമ്മൾ വീട്ടിൽ ഗ്രഹത്തിന് മറ്റേ ഗ്രഹങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാം, വേറെ എവിടെയെങ്കിലും ലൈഫ് ഉണ്ടോ, നമ്മുടെ ഏലിയൻസ് ഒക്കെ പറയില്ലേ ലൈഫ് ഉണ്ടോ, ഇതിന്റെ എല്ലാവിധ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇത് കാണുന്ന സ്ഥലമാണ്. പിന്നെ അതുകൂടാതെ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു 100ഓളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും സയൻസിന്റെ ബേസിക് പഠിക്കാൻ. ഇപ്പോൾ ലൈറ്റ്, ഇലക്ട്രിസിറ്റി, സൗണ്ട്, അതുപോലെ കെമിസ്ട്രി, ലൈറ്റിന്റെ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, പോളറൈസേഷൻ, ഇന്റർഫറൻസ് നമുക്ക് പഠിക്കാം. അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇൻസ്ട്രുമെന്റ് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഭയങ്കര സിമ്പിളായിട്ട് ഓപ്പറേറ്റ് ചെയ്യാം. അതിന്റെ പ്രിൻസിപ്പൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടീച്ചർമാർ, അവിടെ ഞങ്ങൾക്ക് 5 ടീച്ചർമാരുണ്ട്. എല്ലാവരും MSc കുട്ടികളാണ്. കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇത് പഠിക്കാം, കുട്ടികളുടെ ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ പിന്നെ ദിവസം രാവിലെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം എല്ലാവരും അസംബിൾ ചെയ്യും ക്ലാസ്. പിന്നെ ഞങ്ങളൊരു എക്സ്പെർട്ടിനെ കൊടുക്കും. തൃശ്ശൂർ ജില്ലയിലുള്ള ഏറ്റവും നല്ല സയന്റിസ്റ്റുമാർ. അവർ വന്നിട്ട് ഒരു അരമണിക്കൂർ ടോക്ക് കൊടുക്കും. ഡിഫറെന്റ് ടോപ്പിക്സ്. ഇപ്പോൾ റോബോട്ടിക്സ്, പിന്നെ AI എന്താണ്, അതുപോലെ സയൻസിൽ എന്താണ് ജീൻ ടെക്നോളജി എന്താണ്, കെമിസ്ട്രിയിൽ എന്താണ് പുതിയ പുതിയ ഡെവലപ്മെന്റ്, കെമിസ്ട്രിയിൽ ക്വാണ്ടം ഡോട്ട്സ്, പിന്നെ കാര്യങ്ങളൊക്കെ കെമിസ്ട്രി, കാർബൺ നാനോ മെറ്റീരിയൽസ്, ഫിസിക്സിലെ ലേസർ, പൾസർ, ഇപ്പോഴത്തേക്ക് ഓരോ ടോപ്പിക്കുകൾ ചെറിയ വിവരങ്ങൾ വരും. കുട്ടികൾക്ക് പുതിയ 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 അറിവായി. അങ്ങനെ പിന്നെ അവിടെ ഉള്ളത് പിന്നെ 100ഓളം ശാസ്ത്രജ്ഞന്മാരുടെ ഫോട്ടോഗ്രാഫി ഉണ്ട്. അവിടെ അവരുടെ ഹിസ്റ്ററി, ഐൻസ്റ്റീൻ മുതൽ എല്ലാവരും ചരിത്രമുണ്ട്. അപ്പൊ ഇത് ശരിക്കും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട സാധനം. ഒരു കുട്ടി അവിടെ വന്നിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇനി ഇവിടെ വരില്ല. ഇത്ര എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ക്ലാസ് കഴിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഇവന്റെ പാരന്റ്സ് വെരി ഹാപ്പി. അപ്പൊ അങ്ങനെ സ്ഥാപനം നിങ്ങൾ അതിന് പ്രസ് പബ്ലിസിറ്റി കൊടുക്കണം. ഇപ്രാവശ്യം കുട്ടികൾ കുറവാണ്, എന്താ അറിയില്ല. അപ്പൊ 100 കുട്ടികളെ നിങ്ങൾക്ക് കിട്ടണം. എന്നാൽ നിങ്ങൾക്ക് പ്രോഫിറ്റബിളി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ദയവായിട്ട് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾ വരണം. പറ്റുമെങ്കിൽ ഇതിന് ഇനാഗ്രേഷൻ 6-ാം തീയതി ഉണ്ടാവും. അപ്പോൾ വരണം, വന്ന് ഇത് കാണണം. എല്ലാവരും വന്ന് കാണുന്ന സ്ഥാപനം. ഞങ്ങൾ അവരോട് പറയല്ല, അത് ഇതൊരു കാണുന്ന സ്ഥാപനം. കാരണം അവിടുത്തെ ISRO പോലെ അവിടുത്തെ സ്പേസ് പോലെയൊക്കെ ഒരിക്കലും വേറെ അവിടെ ഇല്ല. തൃശ്ശൂർ ജില്ലയിൽ വേറെ അവിടെ ഇല്ല. പിന്നെ 5 ലാബുകളല്ല. അവിടെ കുട്ടികളോട് ഞങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യും. PH എങ്ങനെ PH മെഷർ ചെയ്യുക, എന്താണ് ആസിഡ് ബേസ്, എന്താണ് റിയാക്ഷൻ, എങ്ങനെ അഡൾട്രേഷൻ കണ്ടുപിടിക്കുക ഫുഡില്. പിന്നെ ഫിസിക്സിലെ റെസൊണൻസ്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി, ബയോളജിയിലെ മൈക്രോസ്കോപ്പ് നോക്കി പഠിപ്പിക്കും, ബ്ലഡ് ഗ്രൂപ്പുകൾ, പിന്നെ എന്താണ് ഒരു എല്ലാ ഒരു വിവരണം അവർക്ക് കിട്ടും. അപ്പൊ ഇതൊരു വല്ലാത്ത. പിന്നെ മാത്തമാറ്റിക്സിന്റെ മോഡലുണ്ട്. മാത്തമാറ്റിക്സിന്റെ മോഡലുണ്ട് അവിടെ. മാത്തമാറ്റിക്സ് എങ്ങനെ A+B² എങ്ങനെ അത് ഉണ്ടാവണേ, A+B³ അതിന്റെ പിന്നിലെ കൺസെപ്റ്റ് എന്താ, ഇതൊക്കെ ഭംഗിയായിട്ട് അവിടെ അതിന്റെ മോഡൽസ് ഉണ്ട്. ഉള്ളിൽ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. അപ്പൊ ദയവായിട്ട് നിങ്ങൾ വരണം, ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഞങ്ങളുടെ ഇവരുടെ വിദ്യാസാഗറിന്റെ അവിടുത്തെ ഇൻചാർജ് ശ്രീ അജിത് കുമാർ അദ്ദേഹം സംസാരിക്കും. ഇത് കുട്ടികളുടെ ക്യാമ്പാണ്. നേരത്തെ മുതൽ പറഞ്ഞത് 2 ക്യാമ്പായിട്ടാണ്. ഒന്ന് ഏപ്രിൽ മാസവും ഒരെണ്ണം മെയ് മാസവും. 100 കുട്ടികളെ 100-150 കുട്ടികളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കുട്ടികളുടെ 90% പ്രവർത്തനങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൊരു താല്പര്യം അവർക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അത് അവരുടെ ഭാവിയിലുള്ള ഏത് പഠനത്തിലും താല്പര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ അടിസ്ഥാനം എന്നുള്ളത് ആ താല്പര്യം ഉണ്ടാക്കി ഈ സ്കൂൾ ലെവലിൽ തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു 8-10 കോളേജുകളിലെ കുട്ടികളെ ഇവർക്ക് സപ്പോർട്ടായിട്ട് ഞങ്ങൾ ആ സമയത്ത് കൊണ്ടുവരുന്നുണ്ട്. തൃശ്ശൂർ ഇരിങ്ങാലക്കുടയും ഒക്കെയുള്ള കോളേജുകളിലെ കുട്ടികളെ
ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട്. അപ്പോൾ ഒരു ഇന്ററാക്ഷൻ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ രണ്ട് പ്രധാന കാര്യം കൂടി ഞങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫുഡ് ആൻഡ് ഹെൽത്ത് എന്നുള്ള തരത്തിൽ അഡീഷണൽ ആയിട്ട് ഡോക്ടർമാരുടെ ഒരു ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ ഫുഡിലും ഇതിൽ രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുട്ടികളെ കൊണ്ട് തന്നെ ശ്രദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യുന്നത്. പിന്നെ ഒന്ന് ഡ്രഗ്സിനെതിരായിട്ട് ഒരു ദിവസത്തെ പരിപാടി ഡ്രഗ്സിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളുമാണ്. അത് അവരിൽ കേസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് അവരിലൂടെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതും ഇതിന്റെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ്. 20 ദിവസം ഒരു ക്യാമ്പ് 20 ദിവസമാണ്. 20 ദിവസം. ഒരു കാര്യം പറയാനുണ്ട്. ഞങ്ങള് അവിടെ ഒരു ദിവസം രാത്രി താമസിപ്പിച്ച് സ്റ്റാർ വാച്ചിങ് രാത്രിയിൽ അവിടെ ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പ് കൊണ്ടുവന്നിട്ട് കുട്ടികളെ സ്റ്റാറുകൾ കാണിച്ചു കൊടുക്കുക. എന്താണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റാറുകൾ, നമ്മുടെ പ്ലാനറ്റുകൾ, വീനസ് ഒക്കെ ഇല്ലേ, വീനസ് മാർസ് കാണിക്കാനുള്ള ഒരു പരിപാടി ഉണ്ട്. അതിന് രാത്രി പറ്റുള്ളത്, അല്ലാതെ 7 മണിക്ക് ശേഷം രാത്രി നമുക്ക് സ്കൈ കാണാൻ പറ്റുള്ളൂ. അപ്പൊ രാത്രി ഒരു 7-7:30 തുടങ്ങിയിട്ട് ഒരു 10 മണിക്ക് കഴിക്കും. അപ്പൊ അപ്പോൾ അവർക്ക് പല നമ്മുടെ കോൺസ്റ്റലേഷൻ കാണാം, നമ്മുടെ സ്റ്റാറുകളെ കാണാം, നമ്മുടെ പ്ലാനറ്റ്സുകൾ കാണാം. അതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനൊരു എക്സ്പെർട്ടിനെ വിളിച്ച് അവർ കൊണ്ട് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ പൊതുജനങ്ങൾക്കും അതിനകത്ത് വരാവുന്നതാണ്. ഫ്രീ ആയിട്ട് സൗജന്യമാണ്. 7 മണി മുതൽ 10 മണി വരെ ഉള്ള സമയം. അതുപോലെ കെമിക്കൽസ് കൂടുതൽ വേണ്ടി വരും. ലാബുകളിൽ കെമിക്കൽസ്. പിന്നെ ഈ സ്റ്റാർ ഗേസ് അതുകൊണ്ടാണ് ഫീസിന്റെ അത്രയും വരുന്നത്. ഇതിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിന്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ചില വർഷങ്ങളിൽ ഇത്തിരി കുട്ടികൾ ഈ വിസിറ്റിന് വരുന്ന കുട്ടികളുണ്ടല്ലോ, അത് ഇത്തിരി കുറവാണ് ചില വർഷങ്ങളിൽ. പക്ഷെ ഇപ്പൊ ഈ കഴിഞ്ഞ 2 മാസത്തെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു താല്പര്യം കുട്ടികൾ വന്നിട്ടുണ്ട്. അടുത്ത വർഷവും ഞങ്ങളത് തൃശ്ശൂരുള്ള മുഴുവൻ സ്കൂളുകളിൽ ആളുകൾ പോയിട്ട് അവരെ വിസിറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 100 കുട്ടികൾ വരാൻ സാർ. 100 കുട്ടികൾ വന്നാൽ നിങ്ങൾക്ക് പ്രോഫിറ്റ്. ഈ തൃശ്ശൂരുള്ള കുട്ടികൾക്ക് വേണ്ടി അല്ല ദിവസം വരുന്നുണ്ട്. അവിടെ ടീച്ചർമാരുണ്ട്. അവിടെ 100 രൂപയല്ലോ. 100 ഡെയിലി വിസിറ്റ് 100 രൂപ. ടീച്ചേഴ്സിന് ഇത് ക്യാമ്പിന്റെ അല്ല, സാധാരണ ദിവസത്തെ കാര്യമാണ് പറഞ്ഞത്. അന്നേരം ടീച്ചേഴ്സിന് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് വേണ്ടി ഓരോ ടീച്ചർമാരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അവരൊരു 3 മണിക്കൂർ നേരം കുട്ടികളെ ഓരോന്നും വളരെ ഡിസ്കസ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് വെറുതെ വിസിറ്റ് അല്ല, നമ്മളൊരു മ്യൂസിയത്തിൽ പോയി കാണുന്ന വിസിറ്റ് അല്ല അവിടെ ചെയ്യുന്നത്. ഈ കുട്ടികളെ ഇത് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അതിന്റെ സയൻസ് എന്താണ്, അതിന്റെ പുറകിൽ എന്താണ്, ടീച്ചർമാരെ കുട്ടികളുടെ ക്വസ്റ്റ്യൻ ആൻസർ ജോലി പോലെയാണ് ആണ് ചെയ്യുന്നത്. അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയേക്കുന്നത്. അത് പലർക്കും ഈ ടീച്ചർമാർക്ക് ചിലപ്പോൾ എല്ലാ വർഷവും കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ കുട്ടികൾ എപ്പോഴും പുതിയ ആൾക്കാരാണ്. തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ക്യാമ്പ് കേന്ദ്രീയ വിദ്യാലയമൊക്കെ നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. 4-5 ജില്ലകളിലുള്ള കേന്ദ്രീയ വിദ്യാലയം, കോയമ്പത്തൂരിൽ നിന്ന് വരെയുള്ളവരും ഇവിടെ വന്നിട്ട് കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ വർഷവും കൊണ്ടുവരുന്നുണ്ട്. കോട്ടയം, പാലക്കാട് കുട്ടികൾക്ക് വരുന്നുണ്ട് ഇഷ്ടം പോലെ. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഇത് കുട്ടികൾ വരണം. കുട്ടികളുടെ ഇതിന്റെ ആത്മാവ് കുട്ടികളുടെ ഇത് പ്രോഫിറ്റ് ഓടിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ദിവസം 100 കുട്ടികൾ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ലാഭത്തിൽ ഓടിക്കാൻ വിഷമമുണ്ട്. അതിന് നമുക്ക് സപ്പോർട്ട് വേണം. അത് നിങ്ങളുടെ പഞ്ചായത്തോട് പറഞ്ഞ സപ്പോർട്ട് തരണം. എന്റെ പേര് അജിത് കുമാർ എന്നാണ്. ഞാൻ അതിന്റെ സ്പെഷ്യൽ ഓഫീസറാണ്. CT അജിത് കുമാർ. എന്റെ പേര് ഡോക്ടർ ഗോവിന്ദൻകുട്ടി. ഞാൻ അറ്റോമിക് എനർജിയിൽ വർക്ക് ചെയ്യുന്ന റിട്ടയർഡ് ശാസ്ത്രജ്ഞനാണ്. സാർ അതിന് ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ട്. ടെക്നിക്കൽ കമ്മിറ്റി മെമ്പറാണ്. അതിൽ 10 പേരുള്ള ഒരു കമ്മിറ്റിയാണ്. TR സാർമാർക്ക് നോട്ടീസ് കിട്ടിയില്ല. ബസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ബസ് അറേഞ്ച് ടൗണിലുള്ള കുട്ടികളെ അവിടെ രാവിലെ എത്തിക്കുകയും തിരിച്ചു കൊണ്ടുപോകാനുള്ള ബസ് അറേഞ്ച്മെന്റ്. ഇത് 9:30 തുടങ്ങും. 3:30 ക്ലാസ് സ്കൂൾ. 9:30 വരെ കുട്ടികളെ. അപ്പൊ ഈ ഫസ്റ്റ് ഈ വലിയ ഒരാളുടെ സംഭാഷണം അത് കഴിഞ്ഞ് കുട്ടികളെ ഗ്രൂപ്പാക്കി മാറ്റും. ഒരു ഗ്രൂപ്പ് കെമിസ്ട്രി ലാബിൽ പോകും, ഒരു ഗ്രൂപ്പ് ഫിസിക്സ് ലാബിൽ പോകും, ഒരു ഗ്രൂപ്പ് ബയോളജിയിൽ പോകും, മാത്സിൽ പോകും. അങ്ങനെ 5 ഗ്രൂപ്പായി മാറ്റി ഞങ്ങൾ തിരിക്കും. ഓരോ ഗ്രൂപ്പിലും ഒരു ടീച്ചർ ഉണ്ടാവും. എവിടെ ഉണ്ട്? നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുറെ ക്യാമ്പ് എടുത്തുണ്ട്. ഇത്രയോ നല്ലൊരു ക്യാമ്പ് എവിടെ കാണും. ഒരു 15-20 സയന്റിസ്റ്റുകൾ, റിട്ടയർഡ് സയന്റിസ്റ്റുകൾ ഇതുമായിട്ട് അസോസിയേറ്റ് ആ സമയത്ത് ഒരു ഇന്ത്യയുടെ പല ഭാഗത്ത് ജോലി ചെയ്തുള്ളവരെ കുട്ടികളോടുള്ള താല്പര്യമുള്ളതുകൊണ്ട് ഈ സമയത്ത് ഫ്രീ ആയിട്ട് വരുന്നത്.